അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 191. തന്റെ പെണ്ണിന്റെ ദേഹത്ത് തൊട്ട് അവൾ അപമാനിച്ചത് വിഘ്നേഷാണെന്ന അറിവ് അഗ്നിയിൽ അസുരനെ ഉണർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വിഘ്നേഷിനൊരു ഭ്രാന്തനെ പോലെ തല്ലിച്ചതയ്ക്കുന്ന അഗ്നിയെ ഒരുതരം പേടിയോടെയാണ് ഗോപനും ഗിരിയും ധനേഷും നോക്കിയത്. വിഘ്നേഷിന്റെ തലപിടിച്ച് ചുമരിൽ ആഞ്ഞടിപ്പിച്ചു അഗ്നി. അവന്റെ അലർച്ച പോലും ക്ഷേത്രത്തിലെ കൊട്ടുകളിൽ ആരും കേട്ടില്ല. അവിടെ കൊടിയേറ്റം ഗംഭീരമായി നടക്കുമ്പോൾ ഇങ്ങിവിടെ വിഘ്നേഷിനെ നിലത്തിട്ട് ചവിട്ടുകയായിരുന്നു അഗ്നി. വിഘ്നേഷിന്റെ ഷർട്ട് കീറിയിട്ടുണ്ട്. മുണ്ട് ഒന്നുകൂടി മടക്കി കുത്തി അഗ്നിയുടെ കാലുകൾ വിഘ്നേഷിന്റെ അടിനാഭിക്ക് നേരെ ഉയർന്നു. പേടിയോടെ വിഘ്നേഷ് അലറിപ്പോയി. എടാ! അതുവരെ എന്ത് ചെയ്യണമെന്ന് അമ്പരന്ന് നിന്ന ഗോപൻ അഗ്നിയുടെ നെഞ്ചിലേക്ക് കാലുയർത്തി. ദേവേട്ട! അതുകണ്ട് ജ്വാല പേടിയോടെ വിളിച്ചു. എന്നാൽ ആ കാലുകൾ അവന്റെ ദേഹത്ത് പതിക്കും മുന്നേ അഗ്നി ഗോപന്റെ കാലിൽ പിടിച്ച് അവൻ അങ്ങനെ തന്നെ നിലത്തേക്ക് വലിച്ചിട്ടിരുന്നു. അഗ്നിയുടെ കൈമുഷ്ടി ചുരുങ്ങി അത് ഗോപന്റെ കവിളിലേക്ക് പതിച്ചു. 4 പേരുടെയും അലർച്ച അത് വീണ്ടും കേൾക്കുന്നോറും അഗ്നിക്ക് അതൊരു ഹരമായി. ഒരുപാട് നേരത്തെ സംഘട്ടനങ്ങൾക്കൊടുവിൽ നിലത്ത് ജീവശവം പോലെ കിടക്കുന്ന ആ 4 പേരെ നോക്കി പകയോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് നട്ടല് പോലും തകർന്ന് ചുരുണ്ടുകിടന്ന് അലറി കരയുന്ന വിഘ്നേഷിന്റെ കോളറി പിടിച്ച അഗ്നി അവനെ നിലത്തൂന്ന് എഴുന്നേൽപ്പിച്ചു. ഇനി ഒന്നും അവൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അഗ്നി വിഘ്നേഷിന്റെ കൈകൾ രണ്ടും അവന്റെ കൈകൾക്കിടയിലൂടെ ഇട്ട് മടക്കി ഒടിച്ചിരുന്നു. ജീവൻ പോകുന്നത് പോലുള്ള അവന്റെ അലർച്ചയിൽ ജ്വാല കണ്ണുകൾ ഇറുക്കിയടച്ചു. കുഞ്ഞാ! അഗ്നി വിളിച്ചു. അവള് കണ്ണുകൾ വെട്ടി തുറന്നു. ഇവിടെ വാ! തന്നെ പേടിയോടെ നോക്കുന്നവളെ അവൻ വിളിച്ചു. അവള് വിഘ്നേഷിന് മുന്നിൽ വന്നു നിന്ന് അഗ്നിയെ നോക്കി. ആകെ ചോരയിൽ കുളിച്ചു നിന്ന് അലറുന്നവനെ വിറയലോടെ അവൾ ഒന്നേ നോക്കിയുള്ളൂ. പെട്ടെന്ന് അവനീന്ന് നോട്ടം മാറ്റി അഗ്നിയെ നോക്കി. ആ കാഴ്ചയും കണ്ടുകൊണ്ടാണ് അപ്പവും വ്യാസും മനു ഋഷിയും അങ്ങോട്ടേക്ക് വരുന്നത്. നിലത്ത് ചുരുണ്ടുകൂടി രക്തമൊലിപ്പിച്ച് കിടക്കുന്നവരെയും അഗ്നി പിടിച്ചു വെച്ചിരിക്കുന്നവനെയും കണ്ടതും അപ്പവും മനു ഋഷിയും ഞെട്ടി. അവര് പെട്ടെന്ന് അഗ്നിക്കടുത്തേക്ക് ഓടി. അഗ്നിയേട്ടാ, എന്താ എന്താ ഇവിടെ? മനു ചോദിച്ചു. അഗ്നി അവനെ തറപ്പിച്ചൊന്ന് നോക്കി. എന്താന്നോ, അന്നാ കൊച്ചിനെ കയറി പിടിച്ചപ്പോൾ തന്നെ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതാ ഇവന്റെയൊക്കെ നട്ടലൊടിച്ച് തളർത്തിടണമെന്ന്. പക്ഷെ അന്ന് നീയൊക്കെ കൂടി എന്നെ തടഞ്ഞു. എന്നിട്ടിപ്പോ എന്തുണ്ടായെന്ന് കണ്ടോ നീ? ഈ നായ്ക്കൾ എന്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചൂന്ന്. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ. അഗ്നി ഒരു മുരൾച്ച പോലെ മനുവിനോട് പറഞ്ഞു. മനു ഋഷി അപ്പവും വ്യാസും നടുക്കത്തോടെ അഗ്നിയെ നോക്കി. പിന്നെ ജ്വാലയും. അവള് കണ്ണൊക്കെ നിറച്ച് നിൽപ്പുണ്ട്. ജ്വാല! മനു വിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. വേണ്ട, ആരും അവളുടെ അടുത്തേക്ക് പോവണ്ട, അഗ്നി ഗൗരവത്തിൽ പറഞ്ഞു. ഏട്ടാ! അപ്പു വിളിച്ചു. അഗ്നി അത് ശ്രദ്ധിക്കാതെ ജ്വാലയെ നോക്കി. അവന്റെ വലിഞ്ഞു മുറുകിയ മുഖവും ചുവന്നു കയറിയ കണ്ണുകളും കണ്ട് ജ്വാല പേടിയോടെ അവനെ തുറച്ചു നോക്കി. കുഞ്ഞാ! ദേവേട്ടാ! അവള് വിളി കേട്ടു. ദാ, ഇവൻ ഇനി എഴുന്നേറ്റ് നടക്കില്ല. നിന്റെ ശരീരത്തിൽ തൊട്ടതിന് നേരത്തെ കൊടുത്തതിൽ കൂടുതൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പൊ കൊടുക്ക്. അഗ്നി പറഞ്ഞതും ജ്വാലയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. നേരത്തെ വിഘ്നേഷിന് അത്രയും കൊടുത്തിട്ടും അവൾക്ക് മതിയായിരുന്നില്ല. അവള് വേഗം തലയാട്ടിക്കൊണ്ട് വിഘ്നേഷിനെ നോക്കി. മുഖമാകെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അവനെ അവള് ദേഷ്യത്തോടെ നോക്കി. ഇവന്റെ മുഖത്ത് ബ്ലഡാ ദേവേട്ടാ, എന്റെ കയ്യിലാവും, അവള് ചുണ്ടുപിളർത്തിക്കൊണ്ട് പറഞ്ഞു. അതുവരെ വലിഞ്ഞു മുറുകി നിന്ന അഗ്നിയുടെ മുഖം ആ ഒരു വാക്കിൽ ശാന്തമായി പോയി. അത്രമേൽ തന്നിലെ ദേഷ്യത്തെ പോലും ഒരു നോട്ടം കൊണ്ട് ഇല്ലാതാക്കാൻ അവൾക്ക് മാത്രമേ കഴിയൂ എന്ന് അഗ്നിക്ക് അറിയാവുന്നതാണ്. അവനൊന്ന് നിശ്വസിച്ചു. എടാ അപ്പു, അവന്റെ ഷർട്ട് കീറി ആ മുഖം ഒന്ന് തുടച്ചു കൊടുത്തേ, അഗ്നി അപ്പുവിനോട് പറഞ്ഞു. അപ്പു ആണെങ്കിൽ ജ്വാല വിഘ്നേഷിനെ അടിക്കാൻ പോവുകയാണോ എന്ന അമ്പരപ്പിൽ അവളെ നോക്കി നിൽക്കുകയാണ്. വായി നോക്കി നിൽക്കാതെ തുടക്കാരവേട്ടാ, ജ്വാല ഗൗരവത്തിൽ പറഞ്ഞു. ആ അപ്പു തലയാട്ടിക്കൊണ്ട് പെട്ടെന്ന് വിഘ്നേഷിന്റെ ഷർട്ട് കൊണ്ട് അവന്റെ മുഖം തുടച്ചു കൊടുത്തു. അവന്റെ ഞരക്കം അപ്പോഴും കേൾക്കുന്നുണ്ട്. രക്തം വീണ്ടും മുഖത്തേക്ക് പടരുന്നു. അത് കണ്ട് ജ്വാല മുഖം ചുളിച്ചു. എങ്കിലും അടുത്ത നിമിഷം അവൾ ഊക്കോടെ അവന്റെ കവിളിലേക്ക് വീശിയടിച്ചു. അവൻ വേദനയോടെ ശബ്ദമുണ്ടാക്കി. പതിയെ കണ്ണുകൾ വലിച്ചു തുറന്ന് ജ്വാലയെ നോക്കി. ഇനി ഒരിക്കലും ഒരു പെണ്ണിന് നേരെയും നിന്റെ ഒന്നും വൃത്തികെട്ട നോട്ടം വീഴരുത്, വീണ. അവളൊരു താക്കീതുപോലെ അവന് നേരെ വിരല് ചൂണ്ടി. മറുപടി പറയാൻ പോലുള്ള ആവത് അവനുണ്ടായിരുന്നില്ല. അഗ്നി വിഘ്നേഷിൽ നിന്നും പിടിയയച്ചതും അവൻ നിലത്തേക്ക് കമിഴ്ന്നു വീണു. ശരീരം ഒന്നാകെ ഉയരുന്ന വേദനയിൽ അവൻ അലറിക്കരഞ്ഞു. കൊടിയേറ്റം കഴിഞ്ഞ ആളുകൾ തിരികെ പോകുന്ന സമയമായിരുന്നു. അപ്പോഴേക്കും ആരൊക്കെയോ അവിടേക്ക് ഓടിയെത്തി. എന്തൊക്കെയോ പറയുന്നുണ്ട്. ആംബുലൻസ് വിളിക്കാൻ ഒരാൾ പറയുന്നത് അഗ്നിയും കേട്ടു. എന്താ പറ്റിയേ? കൂട്ടത്തിൽ പ്രായം ചെന്നൊരാൾ ചോദിച്ചു. ഇവനൊന്നും അമ്മയും പെങ്ങളെയും കണ്ട തിരിച്ചറിയുന്നില്ലാന്ന്. അപ്പോ നേരെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് കരുതി. ജ്വാലയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ച് അഗ്നി അയാൾക്ക് മറുപടി നൽകി. അല്ലെങ്കിലും ഈ വൃത്തികെട്ടവന്മാരെ കൊണ്ട് പെൺകുട്ടികൾക്ക് വഴി നടക്കാൻ വയ്യാന്നേ. ഏതായാലും ആവശ്യത്തിന് കിട്ടിയല്ലോ, നന്നായി, കൂട്ടത്തിലൊരു സ്ത്രീ ദേഷ്യത്തോടെ പറഞ്ഞു. അഗ്നി ഒന്നും ശ്രദ്ധിക്കാതെ ജ്വാലയുമായി മുന്നോട്ട് നടന്നു. പോകുന്ന പോക്കിൽ നിലത്ത് തളർന്നു കിടക്കുന്ന ധനേഷിനിട്ടും ജ്വാല ഒരു ചവിട്ടു കൊടുത്തു.
അത് കണ്ട് അഗ്നി അവളെ ഒന്ന് നോക്കി. അവളൊന്നും മിണ്ടാതെ അവനോട് ചേർന്ന് അവന്റെ ഇടുപ്പിലൂടെ കൈചുറ്റി പിടിച്ചു. ജ്വാലയും ചേർത്തു പിടിച്ച് ക്ഷേത്രത്തിന് മുൻവശത്തേക്ക് വരുന്ന അഗ്നിയെ കണ്ടതും ചിത്തുവിന്റെ, ശ്രീജയുടെയും, മായയുടെയും, മാനസിയുടെയും, രേഖയുടെയും മുഖം വിടർന്നുപോയി. ദേ മോള്! ചിത്തു കണ്ണു തുടച്ച് പെട്ടെന്ന് അവർക്കടുത്തേക്ക് ഓടി. ജ്വാലയെ കണ്ടപ്പോ പൊന്നൂന്റെ തേങ്ങൽ ഒന്നുകൂടി ഉച്ചത്തിലായിപ്പോയി. അവൾ അത്രത്തോളം പേടിച്ചിരുന്നു. തനിച്ചെങ്ങോട്ടും പോയി ശീലമില്ലാത്തവളാ. എല്ലാരും കൂടി ജ്വാലയെ അഗ്നിയെ വളഞ്ഞിട്ടും അഗ്നി ജ്വാലയിൽ നിന്നുള്ള പിടി വിട്ടിരുന്നില്ല. ജ്വാല അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അവന്റെ മുഖം ഗൗരവത്തിലാണ്. എന്റെ മോളെ, എങ്ങോട്ടാ നീ പോയേ? അമ്മ പേടിച്ചു പോയില്ലോ. ചിത്തു ജ്വാലയുടെ കവിളിൽ കൈവച്ച് കരച്ചിലോടെ പറഞ്ഞു. ജ്വാലയുടെയും കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അപ്പോഴേക്കും. എന്നാലും എന്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ നീ? പെട്ടെന്ന് എവിടെ പോയതാ? മാനസി കാര്യമറിയാൻ ആവേശത്തോടെ മുന്നോട്ട് വന്നു. മാറി നിക്കടി അങ്ങോട്ട്! അഗ്നി മാനസിക്ക് നേരെ അലറി. എല്ലാവരും ഞെട്ടിപ്പോയി. മാനസി പേടിയോടെ പുറകിലേക്ക് നീങ്ങി. അതും കണ്ടുകൊണ്ടാണ് അപ്പവും വ്യാസും മനുവും ഋഷിയും വന്നത്. ആ, മാനസിയുടെ കാര്യത്തിൽ തീരുമാനായി. അപ്പു ഋഷിയെ നോക്കി പറഞ്ഞു. കേൾക്കട്ടെ, അവൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? അഗ്നി പറഞ്ഞിരുന്നതല്ലേ നോക്കാൻ. ഋഷിക്ക് കുലുക്കൊന്നുമില്ല. ആ, ബെസ്റ്റ് കെട്ടിയോൻ, അപ്പു ചിരിയോടെ പറഞ്ഞു. മാനസിക്ക് മാത്രാവില്ല, എല്ലാവർക്കും കേൾക്കും. ജ്വാലയെ കാണാതെ അഗ്നി അത്രയും പേടിച്ചിട്ടുണ്ട്. വ്യാസു പറഞ്ഞു. എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. അഗ്നിയേട്ടാ! മാനസി പേടിയോടെ അവനെ വിളിച്ചു. വിളിക്കണ്ട നീ എന്നെ. നിന്നോടെല്ലാം ഞാൻ പറഞ്ഞതല്ലേടി ഇവളെ കൂടെ തന്നെ നിർത്തണോന്ന്. അഗ്നി അവൾക്ക് നേരെ മുരണ്ടു. മാനസി കണ്ണു നിറച്ചുകൊണ്ട് തലയാട്ടി. ശ്രീജയ്ക്ക് നേരെ അഗ്നിയുടെ രൂക്ഷമായ നോട്ടം വന്നതും അവള് പേടിയോടെ പെട്ടെന്ന് തലതാഴ്ത്തി കളഞ്ഞു. ഒറ്റൊരെണ്ണം നീ ജ്വാലാന്ന് വിളിച്ച് എന്റെ കുഞ്ഞിന്റെ പിറകെ നടന്നു പോരുത്. കുറച്ചു നേരം ഒന്ന് നോക്കിക്കോണമെന്നല്ലേ പറഞ്ഞോളൂ ഞാൻ. അതിനു പോലും നിനക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ വേണ്ട ഇനി. അഗ്നിയുടെ ദേഷ്യം മുഴുവൻ ആ പറഞ്ഞ വാക്കുകളിലുണ്ടായിരുന്നു. പൊന്നോ മീനോ കണ്ണു നിറച്ച് നിൽക്കുന്നത് കണ്ടിട്ടും അഗ്നിക്ക് അലുവ തോന്നിയില്ല. ആ വൃത്തികെട്ട ജന്മങ്ങളിൽ നിന്നും പേടിയോടെ മറഞ്ഞു നിൽക്കുന്ന ജ്വാലയുടെ പേടിച്ചരണ്ട മുഖം മാത്രമായിരുന്നു അപ്പോൾ അവന്റെ ഉള്ളിൽ. അതിന്റെ ഫലമായി അവന്റെ കൈകൾ ജ്വാലയിൽ കൂടുതൽ മുറുകി. ജ്വാലയാണെങ്കിൽ അഗ്നി എല്ലാവരോടും ദേഷ്യപ്പെടുന്നത് കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. വാ കുഞ്ഞ! അഗ്നി ആരെയും നോക്കാതെ അവളുമായി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ദേവേട്ട, അവര്... ജ്വാല എന്തോ പറയാൻ ശ്രമിച്ചു. ദേ, നാവടക്കി മിണ്ടാതെ വന്നോ കൂടെ, അല്ലെങ്കിൽ അടുത്തത് കിട്ടാൻ പോകുന്ന നിനക്കായിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. അവൻ ജ്വാലയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കവിളുകൾ വീർത്തുപോയി. അവൾ അതേ വീർപ്പിച്ച മുഖത്തോടെ തല താഴ്ത്തി. ഡ്രാക്കുള, എന്തൊരു ദേഷ്യത്! അവള് പിറുപിറുക്കൽ പോലെ പറഞ്ഞു. അത് കേട്ടിട്ടും അഗ്നിയൊന്നും മിണ്ടാതെ അവളെയും കൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. പക്ഷെ ചുണ്ടിൽ ഒരു മന്ദഹാസം വിടർന്നിരുന്നു. അപ്പോഴും പുറകിൽ നിന്നും മാനസി കരയുന്നത് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്താടി, ഇവിടെ തന്നെ നിൽക്കാൻ പോവാണോ? അകത്തേക്ക് വരുന്നില്ലേ? അഗ്നി കൗസ്തുഭത്തിന്റെ ഉമ്മറത്തേക്ക് കയറിയിട്ടും മുറ്റത്ത് തന്നെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നവളോട് അവൻ ചോദിച്ചു. ജ്വാല അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി അവനെ മറികടന്ന് ചാരിയിട്ട ഡോറ് തുറന്ന് അകത്തേക്ക് നടന്നു. അവൻ അവളുടെ പോക്കൊന്ന് നോക്കി അവൾക്ക് പിറകെയും. അകത്തേക്ക് കയറിയിട്ടും ജ്വാലയെ അവിടെയൊന്നും കാണാനില്ല. അഗ്നിയുടെ മുഖം ചുളിഞ്ഞു. ഈ പെണ്ണിത് എവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ താടിയിലൊന്ന് തടവി. പക്ഷേ അച്ചമ്മയുടെ റൂമിൽ നിന്ന് എന്തൊക്കെയോ സംസാരം കേട്ടതും അവന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. കാലുകൾ അങ്ങോട്ട് ചലിച്ചു. എന്നിട്ടുണ്ടല്ലോ അച്ചമ്മേ, അവന്മാർക്കിട്ട് ദേവേട്ടൻ നല്ല അടി കൊടുത്തു. അച്ചമ്മയും അമ്മമ്മയും കൂടി വേണ്ടതായിരുന്നു അവിടെ. ദേവേട്ടൻ ഇങ്ങനെയൊക്കെ ഒരാളെ തല്ലണത് ഞാൻ ആദ്യമായിട്ട് കാണുക. എനിക്കെന്നെ ആളുടെ കോലം കണ്ടിട്ട് പേടിയായിന്നേ. ജ്വാല റൂമിലെ ബെഡിൽ അവളെ നോക്കിയിരിക്കുന്ന അച്ചമ്മയോടും അമ്മമ്മയോടും വലിയ കാര്യം പോലെ പറയുന്നുണ്ട്. അവരാണെങ്കിൽ എല്ലാം കേട്ട് ആകെ പേടിച്ചിരിപ്പാണ്. എന്റെ ദേവി, എന്നിട്ടെന്റെ മോൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ആദിയോട് അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് മിനി ചോദിച്ചു. ഓ ഇല്ല അമ്മമ്മേ, അതല്ല ഞാൻ പറഞ്ഞേ. അപ്പോഴേക്കും ദേവേട്ടൻ വന്നു. പക്ഷെ ഞാൻ ശരിക്കും പേടിച്ചുപോയി. ദേവേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ... അവളുടെ ശബ്ദമൊന്നിടറി. വസുന്ധരയും മിനിയും ആകെ വല്ലാതായി. ഇങ്ങോട്ട് വരട്ടെ പെണ്ണുങ്ങള്, നിന്നെ നോക്കിക്കോണെന്ന് കണ്ണം പ്രത്യേകം എല്ലാവരോടും പറഞ്ഞതാ. എന്നിട്ട് ഒറ്റ ഒരെണ്ണത്തിന് അതിന് പറ്റിയില്ലല്ലോ. വല്ലത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? വസുന്ധര ദേഷ്യത്തോടെ ചോദിച്ചു. യോ, അവരൊന്നും പറയില്ല അച്ചമ്മേ. ദേവേട്ടൻ തന്നെ എല്ലാരെയും നല്ലോണം വഴക്കു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്നെ അവരുടെ അടുത്തുനിന്ന് പിടിച്ചു കൊണ്ടുവന്നതാ. അവള് വിഷമത്തോടെ പറഞ്ഞു. ആ, നന്നായി, അത് വേണം. മിനിയും പറഞ്ഞു. അവരെ നല്ല അച്ചമ്മേ, നല്ല നാല് കൊടുത്ത് ഇവിടെ ഇരുത്തേണ്ടത് വേറെ ചിലരെയാ. അതുവരെ ജ്വാല പറയുന്നതെല്ലാം കേട്ട് വാതിൽക്കൽ നിൽക്കുകയായിരുന്ന അഗ്നി പറഞ്ഞു. ജ്വാല അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. പക്ഷെ അവന്റെ മുഖം ഗൗരവത്തിലാണ്. അവള് മുഖം വീർപ്പിച്ചു. അത് കണ്ട് വസുന്ധരയും മിനിയും ഇവൾക്ക് പെട്ടെന്ന് എന്തു പറ്റിയെന്നറിയാതെ അവളെ അഗ്നിയെ മാറി മാറി നോക്കി. അതൊന്നുമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്കു പറഞ്ഞു. അപ്പൊ തൊട്ട് അവളുടെ മുഖം എങ്ങനെയാ? അവരുടെ നോട്ടം കണ്ട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ ജ്വാലയ്ക്കടുത്തായി വന്നിരുന്നു. പെണ്ണ് ചുണ്ടുകൂർപ്പിച്ച് അവനീന്ന് മുഖം തിരിച്ചു. അതെന്തിനാടാ നീ മോളെ വഴക്കു പറഞ്ഞേ? അവൾക്ക് ഇവിടെ ഒന്നും അറിയാത്തോണ്ടല്ലേ? അച്ചമ്മ ജ്വാലയുടെ പക്ഷം ചേർന്നു. അതേന്ന പോലെ അമ്മമ്മയും തലയാട്ടി. എന്ന് കരുതി അവർക്കൊപ്പം നിർത്തിയതല്ലേ ഞാനിവളെ?
ആരുടെങ്കിലും കയ്യിലെങ്കിലും പിടിച്ച് ഒന്ന് നിന്നൂടായിരുന്നോ? അപ്പൊ അത് ചെയ്തില്ല. വെറുതെ മനുഷ്യനെ തീ തീറ്റിക്കാൻ. ഇവളെ ഒന്ന് കാണുന്നത് വരെ ഞാൻ അനുഭവിച്ച ടെൻഷൻ എത്രയാന്ന് എനിക്കറിയൂ. അഗ്നിയുടെ മുഖം ആ നിമിഷം ഓർത്തതുപോലെ പെട്ടെന്നൊന്ന് മങ്ങിപ്പോയി. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തോ അവന്റെ വേദന നിറഞ്ഞ മുഖം കണ്ടതും അവളുടെ മുഖവും മങ്ങിപ്പോയി. അവള് പതിയെ ബെഡിന്ന് എഴുന്നേറ്റു. ഞാൻ പോവാ, ഉറക്കം വരണു. ജ്വാല അഗ്നിയെ നോക്കാതെ വസുന്ധരയോടും മിനിയോടുമായിട്ട് പറഞ്ഞു. ആ ചെല്ലു മോളെ, നേരെ ഒരുപാടായതല്ലേ. അല്ല, ബാക്കിയുള്ളവരൊക്കെ ഇനി എപ്പോഴാ വരിക? അച്ചമ്മ ചോദിച്ചു. എല്ലാരും വരുന്നുണ്ട്, ഇപ്പൊ എത്തുമായിരിക്കും. അഗ്നിയാണ് മറുപടി പറഞ്ഞത്. എന്നാ രണ്ടാളും പോയി കിടക്കാൻ നോക്ക്. മിനി പറഞ്ഞതും ജ്വാല ആരെയും നോക്കാതെ പെട്ടെന്ന് മുകളിലേക്ക് നടന്നു. അവൾക്ക് പിറകെ മുകളിലേക്ക് നടക്കുമ്പോഴും ഹാളിലേക്ക് ബാക്കിയുള്ളവർ കയറി വരുന്നതിന്റെ ശബ്ദം അഗ്നി കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നിനി ആരെയും കണ്ടാൽ ശരിയാവില്ലെന്ന് അവന് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആർക്കും മുഖം കൊടുത്തില്ല. ബെഡിൽ തലതാഴ്ത്തിയിരിക്കുന്ന ജ്വാലയെ നോക്കിക്കൊണ്ട് അഗ്നി ഡോറടച്ച് കുറ്റിയിട്ടു. ജ്വാല അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി. അവൻ അവളെ ശ്രദ്ധിക്കാതെ പോയി ഷർട്ടഴിച്ചു മാറ്റി. മുണ്ട് മാറ്റിയെടുക്കുമ്പോഴും അരികിൽ ജ്വാലയുടെ സാമീപ്യം അവനറിഞ്ഞു. കിടക്കുന്നില്ലേ? അവളെ തിരിഞ്ഞു നോക്കാതെ മുണ്ടുമുറുക്കി ഉടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. ജ്വാലയൊന്നും മിണ്ടിയില്ല. അഗ്നി സംശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. അതേസമയം തന്നെ ജ്വാല അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ കെട്ടിപ്പിടിച്ചിരുന്നു. അഗ്നി തലതാഴ്ത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ആകെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് പെണ്ണിന്റെ. അഗ്നി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പതിയെ ജ്വാലയെ ചുറ്റിപ്പിടിച്ചു. അതുകൂടി ആയതും അവളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു പോയി. എന്തിനാ സങ്കടം? ഞാൻ വഴക്കു പറഞ്ഞിട്ടാണോ? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. അവൾ അല്ലാന്ന് മൂളി. പിന്നെ എന്താ? അഗ്നി അവളുടെ മുഖം പിടിച്ചുയർത്തി. ഞാൻ കാരണല്ലേ ഇന്നിങ്ങനെയൊക്കെ ഉണ്ടായേ? അവള് തേങ്ങി. അവന് പാവം തോന്നി. അങ്ങനെ നീ കാരണാണെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ കാരണം തന്നെയാ. മാനസ ചേച്ചി പാവം. ഞാൻ ശ്രദ്ധിക്കാണ്ട ദേവേട്ടാ. അവളുടെ ചുണ്ട് വിതുമ്പിപ്പോയി. ശരിയായിരിക്കും കുഞ്ഞ. പക്ഷെ നിന്നെ കാണാതായപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളുമാരോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാ നിന്നെ നോക്കിക്കോണോന്ന്. പക്ഷെ അവർക്കത് പറ്റിയില്ല. പിന്നെ നിന്നെ ഞാൻ കണ്ട ആ സിറ്റുവേഷൻ എല്ലാം കൂടി എനിക്ക് ദേഷ്യം വന്നുപോയി. ആ ദേഷ്യ എല്ലാരോടും തീർത്തെ. അഗ്നി ജ്വാലയെ ചേർത്ത് പിടിച്ച് ബെഡിൽ വന്നിരുന്നു. ജ്വാല കണ്ണു തുടച്ചുകൊണ്ട് അവനെ നോക്കി. കരയണ്ട. മാനസിക്ക് ഇടയ്ക്കൊക്കെ എൻ്റെ അടുത്തുനിന്ന് വഴക്ക് കിട്ടാറുള്ളതാ. അതുകൊണ്ട് അവൾക്ക് അത് അത്ര സങ്കടമൊന്നും ആയി കാണില്ല. ഞാൻ നാളെ അവളോട് സംസാരിച്ചോളാം. ജ്വാലയുടെ വിഷമം കണ്ടു നിൽക്കാൻ കഴിയാതെ അഗ്നി പറഞ്ഞു. അത് കേട്ടപ്പോ പെണ്ണിന്റെ മുഖമൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. സംസാരിക്കണേ ദേവേട്ട. പാവാ ചേച്ചി. ഞാനിനി ശ്രദ്ധിച്ചോളാം. അവരുടെ ഒപ്പം തന്നെ നിന്നോളാ. ജ്വാല വിഷമം മാറ്റി ആവേശത്തോടെ പറഞ്ഞു. ഓ വേണ്ട. നീ ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ മതി. അല്ലാതെങ്ങാനും പോയാ കാല് ഞാൻ തല്ലി ഒടിക്കും. അവന്റെ ചുണ്ടു കൂർത്തു. അവൾ അവനെ തറപ്പിച്ചൊന്ന് നോക്കി. ഞാൻ നിങ്ങളുടെ ഭാര്യ മനുഷ്യ. ഇങ്ങനൊന്നും പറഞ്ഞുകൂടാ. ഇതൊക്കെ പീഡനാ, പീഡനം. അവൾ അവന്റെ മീശ പിടിച്ച് വലിച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു. ഹൂ വിടടി. അഗ്നി അവളുടെ കൈ തട്ടിമാറ്റി. ജ്വാല കുറുമ്പോടെ അവനെ നോക്കി. പീഡനം പീഡനം എന്ന് നീ പറയാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ. കാണിച്ചു തരുന്നുണ്ട് ഞാൻ നിനക്ക് പീഡനം എന്താന്ന്. അഗ്നി അവൾ ആകെ മൊത്തം ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ നോട്ടത്തിൽ ജ്വാല ചൂളിപ്പോയി. ഇപ്പോൾ അവൻ പറയുന്നതിന്റെ എല്ലാം അർത്ഥം അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആകെ ഒരു വിറയലാണ് ഈ നോട്ടം കാണുമ്പോൾ പോലും. ജ്വാല ആകെ വെപ്രാളപ്പെട്ടു. അത് കണ്ടൊരു ചിരിയോടെ അഗ്നി അവളെ ബെഡിലേക്ക് കിടത്തി. ജ്വാലയുടെ കണ്ണുകൾ പിടച്ചു. നിനക്ക് ഈ ധാവണി നന്നായി ചേരുന്നുണ്ട് കേട്ടോ. കുറെ കാലായില്ലേ നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട്. അതുകൊണ്ടാന്ന് തോന്നണു. എത്ര കണ്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല. അവന്റെ ശബ്ദം ആർദ്രമായി പോയി. ജ്വാല കണ്ണുകൾ പിടപ്പോടെ താഴ്ത്തിയ നിമിഷം അവന്റെ വിരലുകൾ അവളുടെ നഗ്നമായ ഇടുപ്പിൽ ഒന്ന് തഴുകി. ജ്വാല പിടപ്പോടെ അവനെ നോക്കി. അഗ്നി അവൾക്കടുത്തേക്ക് കിടന്നുകൊണ്ട് അവളുടെ കവിളിൽ പതിയെ കൈവച്ചു. ദേവേട്ട. അവളെ വിളിച്ചതും അവനൊന്നും മൂളി. അവരെന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? അവൾ ചോദിച്ചു. അവൻ അവളെ ഉറ്റുനോക്കി. ഞാനുള്ളപ്പോഴോ? സമ്മതിക്കോ ഞാനതിന്? അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പക്ഷെ ഞാൻ പേടിച്ചുപോയി. അവരെന്നെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവനോടു. കുഞ്ഞ. അവൾ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അഗ്നി അവളുടെ വാപുത്തി പിടിച്ചു. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി. ഞാൻ ജീവനോടുള്ളപ്പോൾ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. മനസ്സിലായോ? പക്ഷെ എപ്പോഴും എൻ്റെ അരികിൽ തന്നെ വേണം നീ. എന്നീന്ന് ഇതുപോലെ അകലരുതിനി ഒരിക്കലും. അവൻ ഇടറിക്കൊണ്ട് പറഞ്ഞു. പേടിച്ചു പോയ ദേവേട്ട. അവൾ അവൻ്റെ താടിയിൽ തടവി. പേടിച്ചുപോയി ഞാൻ. ആർക്കും എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിടിച്ചു പോയി. അവൻ സങ്കടത്തോടെ പറഞ്ഞതും ജ്വാല ഉയർന്നു വന്ന് അവൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി. അഗ്നി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ദേവേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ദേവേട്ടനില്ലേ? അപ്പം എനിക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. പ്രണയമായിരുന്നു അവളുടെ വാക്കുകളിൽ. അഗ്നിയുടെ ചുണ്ടൊന്ന് വിടർന്നു. അവളുടെ നോട്ടം അല്ലാതെ ഹൃദയത്തിൽ തറയ്ക്കുന്നത് പോലെ, മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കുന്നത് പോലെയായിരുന്നു അവന്റെ മനസ്സ്. അത് അവൾക്കും മനസ്സിലായി. ആ നിമിഷം അവളും അവനിലെ ശ്വാസം പകുതെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. അഗ്നിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളായി തന്നെ അവനെ ചുംബിക്കുമ്പോഴും അവനെ വെരിഞ്ഞു മുറുക്കുമ്പോഴും അഗ്നിയിലെ ഞെട്ടൽ അവളും കാണുന്നുണ്ടായിരുന്നു.
എങ്കിലും അവൾ അവനീന്ന് അകന്നു മാറിയില്ല. ചുണ്ടുകൾ പരസ്പരം ചുംബനം പകരുമ്പോഴും അവന്റെ കൈകൾ തന്റെ മേനിയിൽ അലയുമ്പോഴും ജ്വാല അഗ്നിയെ ഒരു നോട്ടം കൊണ്ട് പോലും തടഞ്ഞില്ല. അതുവരെ അവൻ അനുഭവിച്ച ടെൻഷൻ, അവളിലെ പേടിയെല്ലാം ആ നിമിഷം മാഞ്ഞു പോയിരുന്നു. തുടരും.